രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യ വെളിപ്പെടുത്തൽ നടത്തിയ റിനി ആൻഡ് ജോർജിനെ മൊഴിയെടുക്കാൻ സമയം തേടി ക്രൈംബ്രാഞ്ച്. സൈബർ ആക്രമണം തുടരുന്നതിനാൽ കുടുംബവുമായി ആലോചിച്ച് തീരുമാനം അറിയിക്കാമെന്നാണ് യുവതി അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന മറുപടി. അതേസമയം ഗർഭഛിദ്രം നടത്തിയ യുവതികളുടെ മൊഴി നേരിട്ടെടുക്കാനുള്ള നീക്കം അന്വേഷണ സംഘം ഊർജിതമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വെളിപ്പെടുത്തലുകളിൽ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികരണം നടത്തിയ 3 യുവതികളുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കമാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒരാൾ, ഈ 3 പേരിൽ ഒരാൾ നിയമപരമായി കോടതി നൂലാമാലകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ നിയമപരമായി ഇതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുന്നതിന് വ്യക്തിപരമായി ബുദ്ധിമുട്ടുണ്ട് എന്ന കാര്യം, അസൌകര്യമുണ്ട് എന്ന കാര്യം ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഈ വെളിപ്പെടുത്തലുമായി ആദ്യം രംഗത്തെത്തിയ റിനി അന്നെ എത്രയും പെട്ടെന്ന് മൊഴിയെടുക്കുന്നതിനുള്ള നീക്കമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ റിനിയുടെ പക്കലുള്ള ഡിജിറ്റൽ തെളിവുകളടക്കം, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ റിനിക്ക് അയച്ച സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഡിജിറ്റൽ തെളിവുകളടക്കം ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ഗർഭഛിദ്രം നടത്തിയ 2 യുവതികളുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവർ ഈ ഗർഭഛിദ്രം നടത്തിയ ശബ്ദ സംഭാഷണത്തിൽ ഉൾപ്പെട്ട യുവതിക്ക് പുറമെ കേരളത്തിന് പുറത്ത് ഈ ഗർഭഛിദ്രം നടത്തിയെന്നിപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്ന യുവതി ഏത് ആശുപത്രിയെയാണോ ഈ നടപടികൾക്ക് വേണ്ടി സമീപിച്ചത്, ആ ആശുപത്രിയിൽ നടക്കം വിശദമായ വിവരശേഖരണം നടത്തുക, ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ ചില തെളിവുകൾ അന്വേഷണ സംഘത്തിന് ഇന്റലിജൻസ് വിഭാഗം കൈമാറിയിട്ടുണ്ട്. അതോടൊപ്പം ഇതിലേക്ക് നയിച്ച സാഹചര്യം, അതായത് ബോധപൂർവം നിർബന്ധത്തിന് വഴങ്ങിയാണോ ഗർഭഛിദ്രം നടത്തിയത്, അതോ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളാണോ, ഇതിലടക്കം വ്യക്തത കൈവരേണ്ടതുണ്ട്. അതിലൊരു വ്യക്തത വരുത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഇതിലെ നിയമസാധുതകൾ ഉപയോഗിച്ചുകൊണ്ട് തുടരന്വേഷണത്തിലേക്ക് കടക്കുക. ഒരുപക്ഷെ രാഹുലിന് കുരുക്കായി മാറാൻ പോകുന്നതും ഈ ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട 2 യുവതികളുടെ ഭാഗത്തു നിന്ന് ഇത് ഉണ്ടാകാൻ പോകുന്ന ഒരു നീക്കം തന്നെയായിരിക്കും. അവർക്ക് മേൽ വലിയ സമ്മർദ്ദം നിലനിൽക്കുന്നു പരാതി നൽകാതിരിക്കാൻ എന്ന കാര്യം ക്രൈംബ്രാഞ്ച് തന്നെ കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ അവരുടെ ബന്ധുക്കളടക്കമുള്ളവരുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് അനുകൂലമായി, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് അനുകൂലമായ ഒരു തീരുമാനം, അങ്ങനെ ഒരു നീക്കം ഉണ്ടാകുമോ എന്ന് കാത്തിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് സംഘം. അതിന്റെ ഭാഗമായിട്ടാണ് ഈ വിശദമായ തെളിവുകൾ ഈ ആശുപത്രിയിൽ നടക്കം ശേഖരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ക്രൈംബ്രാഞ്ച് എത്തിയിരിക്കുന്നതും. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് 1 മാസം മുമ്പ് തന്നെ ഇന്റലിജൻസ് ശേഖരിച്ച ചില തെളിവുകളുണ്ട്. ഈ ആശുപത്രി രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതടക്കം അന്വേഷണ സംഘത്തിന് അവർ കൈമാറുമെന്നാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നിയമ സാധുതകൾ ഈ വിഷയത്തിൽ എങ്ങനെ വേണം എന്ന കാര്യത്തിൽ നിയമോപദേശം ക്രൈംബ്രാഞ്ച് ഉടൻ തന്നെ തേടിയേക്കും. ആ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ വിഷയത്തിൽ തുടർ നീക്കങ്ങളിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുക. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം അടഞ്ഞ അധ്യായമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അക്കാര്യത്തിൽ ഇനി ഒരു ചർച്ചയുമില്ല, ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. ആ ചാപ്റ്റർ നമ്മൾ ക്ലോസ് ചെയ്താണ്, ഒരു ചർച്ചയില്ല. അല്ല, ഒരു ചർച്ചയില്ലെന്നേ, ഞാൻ അതിനെക്കുറിച്ചൊരു ചർച്ചയില്ല. ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം KPCC പ്രസിഡന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി ആ വിഷയത്തിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നൊരു ചർച്ചയില്ല. അതൊക്കെ അതാത് സമയത്ത് പാർട്ടി യുക്തിപൂർവമായ തീരുമാനങ്ങൾ അതാത് സമയത്ത് എടുക്കും.